എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് 50 ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾക്ക് വേഗം തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1994 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സൈക്ലിയ കമ്മിറ്റിയുടെ ശുപാർശകൾ ഏത് ഭരണഘടനാ ഭേദഗതിക്കാണ് കാരണമായത്? 1994 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സൈക്കിയ കമ്മിറ്റിയുടെ ശുപാർശകൾ ഏത് ഭരണഘടനാ ഭേദഗതിക്കാണ് കാരണമായത്? ആൻസർ സി ആണ്. ഓപ്ഷൻ സി ആണ്. 86-ാം ഭേദഗതിയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത സംസ്ഥാന നിയമസഭ ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത സംസ്ഥാന നിയമസഭ ഏതാണ്? നാഗാലാൻഡ് ആണ്. രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കൂടുമ്പോഴത്തെ രോഗമാണ് ഏതാ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗൗട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം? നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഓപ്ഷൻ എ ആണ്, സിക്കിം, ടിബറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയതിന് ഉദാഹരണം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയതിന് ഉദാഹരണം ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആവണക്കെണ്ണ. അപ്പോൾ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയതിന് ഉദാഹരണം ആവണക്കെണ്ണ. ട്രിബ്യൂണൽസ് എന്ന പേരിൽ ഒരു പുതിയ ഭാഗം ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി. ട്രിബ്യൂണൽസ് എന്ന പേരിൽ ഒരു പുതിയ ഭാഗം ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി എത്രാം ഭേദഗതിയാണ്? 42-ാം ഭേദഗതി. താഴെ പറയുന്നവയിൽ 1992-ലെ 71-ാം ഭേദഗതിയുമായി ബന്ധമില്ലാത്ത ഭാഷ ഏതാണ്? താഴെ പറയുന്നവയിൽ 1992-ലെ 71-ാം ഭേദഗതിയുമായി ബന്ധമില്ലാത്ത ഭാഷ ആൻസർ ഓപ്ഷൻ എ ആണ്, ഒഡിയ. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ച ഗതാഗത മാർഗമായി കരുതപ്പെടുന്നത് ഏത്? അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ച ഗതാഗത മാർഗമായി കരുതപ്പെടുന്നത് ഓപ്ഷൻ സി, ജലഗതാഗതം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചുവടെ നൽകുന്നു. 1. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം. 2. ജലസേചന സൗകര്യങ്ങൾ. 3. രാസവളം, കീടനാശിനികൾ. 4. കുറഞ്ഞ പലിശയ്ക്ക് സാമ്പത്തിക സഹായം. ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് ഉപയുക്തമായ ഘടകങ്ങളേവ? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് ഉപയുക്തമായ ഘടകങ്ങൾ ഏതാണ്? ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. ഏതൊക്കെയാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഏതൊക്കെയാണ് ശരി? ഉപയുക്തമായ ഹരിത വിപ്ലവത്തിന് ഉപയുക്തമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയ്ക്ക് സാമ്പത്തിക സഹായം. അപ്പോൾ ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ്? മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മങ്കട കൃഷ്ണരാജവർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഏത് ബലം മൂലമാണ്? മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഏത് ബലം മൂലമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്ഥിതവൈദ്യുത ബലം. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആൻസർ ഓപ്ഷൻ എ, 1953. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഉത്സവം ഏത്? യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഉത്സവമാണ് ആൻസർ ഓപ്ഷൻ എ, ദുർഗാ പൂജ. കണ്ടക്കൈ കുഞ്ഞക്കമ്മയുടെ
നേതൃത്വത്തിൽ നടന്ന സമരമേത്? കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരം. ആൻസർ ഓപ്ഷൻ സി, മേച്ചിൽ പുൽ സമരം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ സാർവത്രികവും നിയമവിധേയവുമായ റേഷനിംഗ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം. കേരളത്തിൽ സാർവത്രികവും നിയമവിധേയവുമായ റേഷനിംഗ് സമ്പ്രദായം നിലവിൽ വന്ന വർഷമാണ് ഓപ്ഷൻ ബി, 1965 ജൂലൈ. അടുത്തത്. രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവ് നടന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ ജനറേറ്റീവ് AI കോൺക്ലേവ് നടന്നത്. ആൻസർ ഓപ്ഷൻ എ, കൊച്ചിയിലാണ്. അടുത്തത്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി. ആൻസർ ഓപ്ഷൻ എ, ഹിരാക്കുഡ് പദ്ധതി മഹാനദിയാണ്. ഹിരാക്കുഡ് പദ്ധതി മഹാനദിയിലാണ്. അടുത്തത്. അറ്റോമിക ആരം എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറ്റോമിക ആരം എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ്, ആറ്റത്തിന്റെ വലുപ്പം. അടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ആര്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവാണ് ഓപ്ഷൻ സി, BN റാവു. അടുത്തത്. വിവരാവകാശ നിയമം പാസായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. വിവരാവകാശ നിയമം പാസായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ എ ആണ്, തമിഴ്നാട്. അടുത്തത്. ചുവടെ പറയുന്നവയിൽ ഏത് സ്ഥാപനത്തിലാണ് സൗത്ത് ഇന്ത്യൻ രംഗകലാ മ്യൂസിയം ഉള്ളത്? ചുവടെ പറയുന്നവയിൽ ഏത് സ്ഥാപനത്തിലാണ് സൗത്ത് ഇന്ത്യൻ രംഗകലാ മ്യൂസിയം ഉള്ളത് എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ എ, കേരള കലാമണ്ഡലം. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി കണക്കാക്കുന്ന പ്രായപരിധി. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി കണക്കാക്കുന്ന പ്രായപരിധിയാണ് ഓപ്ഷൻ ബി, 18 വയസ്സ്. അടുത്തത്. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. അടുത്തത്. ലോക റേഡിയോ ദിനം എന്നാണ്? ലോക റേഡിയോ ദിനം ഓപ്ഷൻ എ, ഫെബ്രുവരി 13. 25. വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, നെയ്യാറ്റിൻകര. ഏത് ജീവിതശൈലി രോഗത്തിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രധാന മരുന്നാണ് മെറ്റ്ഫോർമിൻ? ഏത് ജീവിതശൈലി രോഗത്തിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രധാന മരുന്നാണ് മെറ്റ്ഫോർമിൻ? ഓപ്ഷൻ എ, പ്രമേഹം. ആറാട്ടുപുഴ പൂരം അരങ്ങേറുന്ന ജില്ല ഏത്? ആറാട്ടുപുഴ പൂരം അരങ്ങേറുന്ന ജില്ലയാണ് ഓപ്ഷൻ ബി, തൃശ്ശൂര്. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഓപ്ഷൻ ബി, ഗ്രീൻ പീസ്. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ രൂപം കൊള്ളുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനം ഏത്? മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ രൂപം കൊള്ളുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനം ആണ് ലാറ്ററക്സ് മണ്ണ്. അടുത്തത്. ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലെ ഏതാനും വിഷയങ്ങൾ ചുവടെ നൽകുന്നു. വിദ്യാഭ്യാസം, വനങ്ങൾ, അളവുതൂക്കങ്ങൾ, വന്യജീവി സംരക്ഷണം. ക്വസ്റ്റ്യൻ ഇതാണ്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഇനങ്ങൾ ഏവ? 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഇനങ്ങൾ ഓപ്ഷൻ സി ആണ്, 1, 2, 3, 4. അതായത് എല്ലാനും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, വനങ്ങൾ, അളവുതൂക്കങ്ങൾ, വന്യജീവി സംരക്ഷണം. ഇവയെല്ലാം
1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഇനങ്ങളാണ്. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷമേത്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1988 സെപ്റ്റംബർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ വിക്ഷേപിച്ച ലോകത്തെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏത്? ഇന്ത്യ വിക്ഷേപിച്ച ലോകത്തെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ് ഓപ്ഷൻ ഡി, കലാം സാറ്റ് V2. കലാം സാറ്റ് V2. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ട വർഷമേത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ട വർഷമാണ് ഓപ്ഷൻ ഡി, 1941. കർമ്മയോഗി ആരുടെ ജീവചരിത്രമാണ്? കർമ്മയോഗി ആരുടെ ജീവചരിത്രമാണ്? ഓപ്ഷൻ ബി ആണ്, ഇ ശ്രീധരൻ. സുരക്ഷായാനം എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? സുരക്ഷായാനം എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ ബി, ദുരന്ത നിവാരണ അതോറിറ്റി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് സുരക്ഷായാനം. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രത്തലവനെ നാമമാത്ര അധികാരം എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? രാഷ്ട്രത്തലവനെ നാമമാത്ര അധികാരം എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി, ബ്രിട്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴയാണ് ഓപ്ഷൻ എ, സംവഹന വൃഷ്ടി. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ്, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അടുത്ത ക്വസ്റ്റ്യൻ, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് അറിയപ്പെടുന്ന സാംക്രമിക രോഗം ഏത്? ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന സാംക്രമിക രോഗമാണ് ഏത്? ഓപ്ഷൻ ബി, എലിപ്പനി. അടുത്ത ക്വസ്റ്റ്യൻ, ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പടയണി. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഓപ്ഷൻ സി, ഊട്ടി. ഏത് ജീവിതശൈലി രോഗത്തിന്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ? ഏത് ജീവിതശൈലി രോഗത്തിന്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ? ഓപ്ഷൻ സി ആണ്, പൊണ്ണത്തടി. ബ്രിട്ടീഷുകാർ കുറിച്യ കലാപം അടിച്ചമർത്തിയത് എന്നായിരുന്നു? ബ്രിട്ടീഷുകാർ കുറിച്യ കലാപം അടിച്ചമർത്തിയത് ഓപ്ഷൻ സി ആണ്, 1812 മെയ്യിൽ. ഭൂമിയുടെ ഉള്ളിലേക്ക് എത്ര കിലോമീറ്റർ വരെയാണ് ഇതുവരെയായി എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്? ഭൂമിയുടെ ഉള്ളിലേക്ക് എത്ര കിലോമീറ്റർ വരെയാണ് ഇതുവരെയായി എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ, 12 കിലോമീറ്റർ വരെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പ്രഥമ വനിതാ കബഡി ലീഗ് നടന്നത് എവിടെ? ഇന്ത്യയിലെ പ്രഥമ വനിതാ കബഡി ലീഗ് നടന്നത് ആൻസർ ഓപ്ഷൻ എ, ദുബായ്. ലോക്ജ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോക്ജ രോഗം എന്ന് അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ എ, ടെറ്റനസ്. ചെമ്പ്രമല കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ചെമ്പ്രമല കേരളത്തിലെ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ എ ആണ്, വയനാട്. ഇന്ത്യയിൽ പുതുക്കിയ ദേശീയ വനനയം നടപ്പാക്കിയ വർഷമേത്? ഇന്ത്യയിൽ പുതുക്കിയ ദേശീയ വനനയം നടപ്പാക്കിയ വർഷമാണ് ആൻസർ ഓപ്ഷൻ എ, 1988. പാർപ്പിടങ്ങൾ റോഡുകൾ
എന്നിവയെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ നിറമേത്? പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ നിറമാണ് ഓപ്ഷൻ എ ചുവപ്പ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 50-ാമത്തത്. കോൺഗ്രസ് അലഹബാദ് സമ്മേളനത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് സ്വന്തം സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നവോത്ഥാന നായകൻ. കോൺഗ്രസ് അലഹബാദ് സമ്മേളനത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് സ്വന്തം സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ഓപ്ഷൻ ഡി ആണ് VT ഭട്ടതിരിപ്പാട്. ഇതോടെ 50 മോക്ക് ടെസ്റ്റും കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.